ഞാൻ റീസെൻ്റ്ലി റിസാൻ സാജൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ 1% മാനാണ്, ഡനൂബിൻ്റെ ഓണർ. ഓക്കെ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് കേളി ടൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറിന് വേണ്ടിയിട്ട്. ആ യൂട്യൂബിൽ നിങ്ങൾ തീർച്ചയായും ഞാൻ ലിങ്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാം. അതിനകത്ത് തീർച്ചയായും പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇറാഖ് വാറിൻ്റെ സമയത്ത്, ഇറാഖും കുവൈറ്റും തമ്മിലുള്ള വാറിൻ്റെ സമയത്ത് കുവൈറ്റിൽ ആളുകൾക്ക് കുവൈറ്റിലിരിക്കുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് ടെലിഗ്രാം അയക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും സ്റ്റക്കായി. കാരണം നാട്ടിലെല്ലാവരും പാനിക്കാവും. കാരണം കൂടുതൽ രാജ്യക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമ്മുടെ രാജ്യക്കാർ കുവൈറ്റിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് നാട്ടിലേക്ക് അറിയിക്കാനായിട്ടുള്ള സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ട് റിസാൻ സാജൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും ചാർജ് ചെയ്തിട്ട് ഇദ്ദേഹം ഇറാഖിൽ പോയിട്ടാണത് സെൻഡ് ചെയ്യുന്നത്. സാർ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ടെലിഗ്രാം കുവൈറ്റിൽ നിന്ന് അയക്കാൻ പറ്റാതെ ഇറാഖിൽ പോയിട്ട് നേരിട്ട് നയിക്കണം. ഇതൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം അതിന് ചാർജ് ചെയ്തിട്ട് ഈ വാറിൻ്റെ സമയത്ത്, അതായത് വാർ നടക്കുന്ന സമയത്താണ് പുള്ളി 3 വട്ടം ഇറാഖിൽ പോയി ടെലിഗ്രാം നാട്ടിലേക്ക് അയച്ചിട്ട് തിരിച്ചു വന്നു. ഇതിനകത്ത് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ചെറിയൊരു ഇതാണ്. ഒരു കൂട്ടം ആളുകൾ നടന്നു പോകുമ്പോൾ കുറച്ച് വെള്ളം കണ്ടു. ഓക്കെ, ഈ വെള്ളം കാണുമ്പോൾ ഇതിനകത്ത് 100 പേരുണ്ടെങ്കിൽ 99 പേരും ഈ വെള്ളം ക്രോസ് ചെയ്യാൻ മടിച്ച് നിൽക്കും. അതിനകത്ത് ഒരാളത് ക്രോസ് ചെയ്യും. കാരണം അയാൾക്ക് ആ വെള്ളത്തിന് പേടിയില്ല. ദാറ്റ്സ് ആൻ ആൻറ്റർപ്രണർ. ഓക്കെ, ആൻറ്റർപ്രണർ എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഒന്നിനെയും ഹെസിറ്റേറ്റ് ചെയ്യത്തില്ല. അവൻ പേടിയില്ല. കാരണം ഹീസ് someone who starts it, like he take that initiative. അതൊരു ആൻറ്റർപ്രണർ ആവാം, അല്ലെങ്കിൽ ഒരു 1% മാനാണ്. സോ ആ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണണം. ഇറ്റ്സ് റിയലി ഇൻസ്പയറിങ്. റിസാൻ സാജനെ പോലെ നിങ്ങളുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. വലിയൊരു ആൻറ്റർപ്രണർഷിപ്പ് ഒരു കമ്മ്യൂണിറ്റി നാട്ടിലുണ്ടാവട്ടെ. നിങ്ങൾ തീർച്ചയായും ഒരു ആൻറ്റർപ്രണർ ആവണം. സക്സസ്ഫുൾ ബിസിനസ്സിലേക്ക് കടന്നു വരണം. എല്ലാവിധ ആശംസകളും നേർന്നു. ബൈ.